ഇതൊക്കെ ചെയ്യുമ്പഴേ ആ. എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ലല്ലോ, എനിക്കൊന്നും ഇല്ലല്ലോ, ആ ചിന്ത അലട്ടിയിട്ടേ ഇല്ലേ? അലട്ടിയിട്ടില്ല. ഒരിക്കലും അലട്ടിയില്ല. എനിക്ക് എൻ്റെ അമ്മയെപ്പറ്റി നോക്കാൻ പറ്റിയിട്ടുള്ള ചിന്ത മാത്രമേ എന്നെ അലട്ടുള്ളൂ. എനിക്കൊന്നും കിട്ടിയിട്ടുള്ള ചിന്തയൊന്നും എന്നെ അലട്ടാറില്ല. കാരണം ഞാനൊരു യഥാർത്ഥത്തിൽ ഞാൻ മേസ്തിരി പണിക്കാരനാണ്. കോൺട്രാക്റ്റ് ആദ്യം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു 13 14 5 പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മേസ്തിരി പണിക്ക് അന്ന് 5 രൂപയാണ് ശമ്പളം. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി 4 മണി 5 മണി പണിക്ക് കൊണ്ടുവന്ന ശമ്പളം 5 രൂപയാണ്. അത് കഴിഞ്ഞത് 13 രൂപയായി. അത് കഴിഞ്ഞത് 20 23 ആ ഒരു കാലഘട്ടത്തിൽ സ്കൂളിലും പോവും പണിക്കും. 10 ദിവസം സ്കൂളിൽ പോവുകയാണെങ്കിൽ 10 ദിവസം പണിക്ക് പോകും. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ ഏറ്റവും പഠിക്കാൻ മോശം ഞാനായിരുന്നു. എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും പഠിക്കുന്നുണ്ട്. അനിയത്തി ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ അവർ നല്ല വൃത്തിയിൽ പഠിക്കുന്നത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എൻ്റെ അച്ഛന് ഇടയ്ക്ക് കുറച്ച് കിടപ്പായി. ഇപ്പോഴല്ല എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പഠിക്കുന്നതിനേക്കാളും നല്ലത് ജോലിയാണെന്ന് തോന്നി. അങ്ങനെ 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ പിന്നെ ജോലിയിലേക്ക് അങ്ങ് തിരിഞ്ഞു. ജോലിയിലേക്ക് തിരിഞ്ഞ് പിന്നെ മേശിരിയുടെ ലേബറായി, പിന്നെ മേശിരിയായി, പിന്നെ കോൺട്രാക്റ്റായി, പിന്നെ പണിയെടുത്ത് ചെയ്യാൻ അന്ന് പഞ്ചായത്ത് കെട്ടിടങ്ങളുടെ ലോൺ കിട്ടും ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ ഈ പാവപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും കൂടെ പൈസ മുടക്കി അവർക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊടുക്കും. അങ്ങനെ ഞാൻ ഏകദേശം 100ഓളം കെട്ടിടങ്ങൾക്ക് കുറ്റി നാട്ടി. ഒരു ഏകദേശം ഒരു 50 60 കെട്ടിടങ്ങൾക്ക് പകുതി പണി ചെയ്തു. പിന്നെ ഒരു 10 20 കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ട് പണി ചെയ്തു. അങ്ങനെ ഒരു 10 25 കെട്ടിടം എനിക്ക് ബേസ്മെൻറ്റ് കെട്ടി കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റി എൻ്റെ ചെറുപ്രായത്തിനിടയിൽ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പാമ്പിനോട് എനിക്കൊരു ഭ്രമം കുറച്ച് കൂടിയത്. കുറച്ചുകൂടി എന്താ പറയുക, അത് പറ്റില്ല, ഇതിലേക്ക് തന്നെ പോകണം എന്ന ചിന്ത എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ പണിക്കാരെ കൊണ്ട് അന്ന് എനിക്ക് തോന്നുന്നു ബംഗാളികൾ ആസാമികൾ ഉൾപ്പെടെയുള്ള അന്ന് ബംഗാളികൾ കേരളത്തിൽ വന്നിട്ടില്ല. ആസാമീസൊക്കെയായിരുന്നു. നമ്മൾ കൃഷ്ണ, ജഗൻ ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ പണിക്കാർ. അങ്ങനെ ഒത്തിരി 10 80ഓളം പേരുണ്ടായിരുന്നു. 80 100 കൂടുതലുണ്ട്. എനിക്ക് സെൻട്രിങ്ങിൻ്റെ പണിയുണ്ടായിരുന്നു, കമ്പിപ്പണി എനിക്കറിയാം. ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പണിക്കാരുണ്ട്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഇതിനോട് ഭ്രമം തോന്നി. രാവിലെ പണിക്കാരെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് പൈസയും വാങ്ങിക്കൊണ്ട് ഞാൻ രാവിലെ ഇതിൻ്റെ പിറകെ അങ്ങ് പോയി. പിന്നെ രാത്രിയൊക്കെ അപ്പോൾ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പണി ചെയ്യാതായി, നഷ്ടം വന്നു. അങ്ങനെ ഞാനതങ്ങ് ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഫുൾ ടൈം ഇതിലേക്ക് വന്നു. ഫുൾ ടൈം എനി ടൈം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫുൾ ടൈം യാത്രയായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കോൾ വന്നാൽ ഇപ്പോൾ കോട്ടയമാണെങ്കിൽ നേരെ കോട്ടയം, പത്തനംതിട്ടയിൽ നേരെ പത്തനംതിട്ട. ആ പോണ വഴിക്ക് അങ്ങ് പോയിക്കോളും. എവിടെയെങ്കിലും റോഡിൽ എത്തുമ്പോൾ വേറെ വിളിച്ച് അങ്ങോട്ട് പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വേറെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ സഞ്ചരിക്കും. ഇപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് വീട്ടിൽ എത്താൻ കണക്കുള്ള ദൂരങ്ങളിൽ മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള കോൾ. എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വീട്ടിലേക്ക് വന്നാൽ എനിക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്ത് എത്തണം. അതുകൊണ്ട് ഈ 2 ജില്ലകളിലേക്കുള്ള കോളുകൾ മാത്രമേ ഇപ്പോൾ എന്നാലും 15ഓളം കോളുകൾ ഡെയിലി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിലെ ലൈറ്റ് കത്തുന്നതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 4 കോൾ. ഞാൻ രാവിലെ ഒരു കോൾ എടുത്തു, പോത്തൻകോട് എടുത്ത് മഞ്ഞമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കോഴിക്കൂട്ടിനകത്ത് അമ്മ മുട്ടയെടുക്കാണ്ട് കൈയിട്ടപ്പോൾ മുട്ടയിലേക്ക് കടിച്ചു. പക്ഷേ കൊണ്ടില്ല. വലയിൽ അങ്ങോട്ട് തട്ടി പോയി. അത് എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി അതിലൊരു 3ഓളം കേസിൽ എനിക്ക് വെയിറ്റിംഗുണ്ട്. 2 കേസ് ഇപ്പോൾ ഞാൻ വേളിയിൽ വിളിച്ച കേസ് വേറെ ആളിന് അത്യാവശ്യമുണ്ട്, അറേഞ്ച് ചെയ്ത് വിട്ടു. മറ്റുള്ളത് മതിലിനടിയിലോ മാളത്തിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് പറയും. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പം നമുക്ക് ഈ ഭൂമിയിലും നമ്മുടെ പരിസരത്ത് ഇവർ ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ ചിന്തിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാത്തിനെയും പിടിച്ച് കാട്ടിക്കൊണ്ടിട്ടാൽ കാടിന് എന്തെങ്കിലും ഒരിക്കൽ ദോഷമുണ്ടാവും. അവിടെ ഒരു സാധനം ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അവിടെ വസിക്കുന്ന കുറേ സാധനങ്ങൾ ഇല്ലാതാവും. അതെന്നായാലും ദോഷമുണ്ടാവും എന്ന് ചിന്തിച്ചുകൊണ്ട് കുറേയൊക്കെ പറമ്പിലെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള പറമ്പിലെ കാട്ടിലേക്കൂടെ ഞാനങ്ങ് ഒഴിയും. ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നഷ്ടബോധം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, ഇപ്പം ഈ ഒരു ദിവസം മിനറൽ വാട്ടർ മാത്രം കുടിച്ച് അതെങ്ങനെ ജീവിക്കാന്നൊക്കെ ഈ മാസം തന്നെ കഴിഞ്ഞ എനിക്ക് 2026 തുടങ്ങിയതിന് ശേഷം ഇതൊരു 3 ദിവസം ആയിക്കോണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ചത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, വേണ്ടാത്തതുകൊണ്ട്. ഇന്നലെ കഴിച്ചത് ഉച്ചയ്ക്ക് 11:30 കേശവസ്ഥലത്തൊരു കടയിൽ നിന്ന് ചോറും മറ്റ് ഞാൻ എല്ലാ കറികളും ഉപയോഗിക്കാറുണ്ട്. ചോറും എന്താ പറയുക, പരിപ്പും പുളിശ്ശേരിയും കൂടെയാണ് കഴിച്ചത്. പിന്നെ ഇപ്പോൾ നിങ്ങളെ മുന്നിലിരിക്കുന്ന സമയത്താണ് ഇത്ര പുട്ടും പപ്പടവും കൂടെ കഴിച്ചത്. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 2 പൊറോട്ട ആറ്റിങ്ങൽ സുന്ദരൻ തട്ടുകടയിൽ നിന്നാണ് കഴിക്കുന്നത്. അതിൻ്റെ തലേദിവസം ഉണ്ണുന്നത് ഉച്ചയ്ക്ക് 11:30 ഇതുപോലൊരു ഹോട്ടലിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത്. ഞാൻ ഫുഡിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്ന ചിന്തയൊന്നും എനിക്കില്ല. ഒരു നേരം ആഹാരം കഴിക്കുന്നതിന് എപ്പോഴും യോഗി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അതുകൊണ്ട് ഞാൻ 30 വർഷത്തോളം വെജിറ്റേറിയനായിരുന്നു. ഇപ്പോൾ കൊറോണ വന്നു. അത് കഴിഞ്ഞ് 2 3 കടികൾ ഇങ്ങനെ അടുത്ത് വന്ന സമയത്താണ് ഡോക്ടർമാർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലിവറിന് എനിക്ക് നേരത്തെ പ്രോബ്ലം ഉള്ളതാണ്. കള്ള് കുടിച്ചിട്ടൊന്നും ഞാൻ ജീവിതത്തിൽ കള്ളൊന്നും കുടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ലിവർ നേരത്തെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് വന്നൊരു പ്രോബ്ലം. ഈ കടിയിൽ വന്ന ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ട് ലിവറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ലിവർ സൈസ് കൂടുതലാണ്. ചില സമയം ഉറക്കം കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും തന്നെ ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങാറുണ്ട്. ആ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് വെച്ചാൽ എനിക്ക് 3-4 ദിവസം ഉറക്കം കഴിയുമ്പം ആ ലിവറിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര ഒരു വീക്കായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും കിടന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റുഡിയോയിൽ വന്നിരുന്ന 1 മണിക്കൂർ മുന്നേ ഞാൻ സ്റ്റൂളിൽ ആ കസേരയിൽ നിന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. കുറച്ച് നേരം ശാരീരം തന്നെ ഉറങ്ങി. അപ്പോൾ അത്രയ്ക്ക് ഒരു അസ്വസ്ഥത തോന്നിയുണ്ട്. അപ്പോൾ ഇതൊന്നും പട്ടിണിയൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്താ പറയുക, ഫുഡ് വാരി കഴിക്കണമെന്നല്ല. അപ്പോൾ ഈ ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ചിക്കനും വല്ലപ്പോഴും കഴിക്കും, മുട്ടയും കഴിക്കണം. അതും എനിക്ക് പ്രശ്നമാണ്. എൻ്റെ ശരീരം ഭയങ്കര ചൂടാണ്.
ഈ രണ്ടും കഴിക്കുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ളത് എനിക്ക് പ്രോട്ടീൻസിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അത് കഴിക്കാൻ പറ്റും. പക്ഷേ കഴിക്കുമ്പോൾ എനിക്ക് ദേഹം മൊത്തം ഭയങ്കര ചൂടാണ്. ഭയങ്കര കിടക്കാൻ പറ്റില്ല. കിടക്കുമ്പോൾ പിന്നെ എണീക്കാൻ തോന്നും. എണീറ്റിട്ട് പിന്നെ അവിടെ പോയി ഇരിക്കാൻ തോന്നും. അങ്ങനെ അതാണ് രാത്രി. അപ്പോൾ എത്ര മണിക്ക് വന്നാലും രാത്രി ഇത് കഴിച്ചാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും മറ്റുള്ള ആൾക്കാരോട് എന്താ പറയുക ഷെയർ ചെയ്യാനായിട്ട് ഞാൻ താല്പര്യം കാണിക്കാറില്ല നേരത്തെ. അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ പാമ്പ് പിടിക്കുന്നതിന്റെ ശാസ്ത്രീയവും അശാസ്ത്രീയതയൊക്കെയാണല്ലോ ഇപ്പൊ അതെ പ്രധാനപ്പെട്ട അതെ ചർച്ച. അതെ. ശരിക്കും എങ്ങനെയാ ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കുന്നത്? ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് തൊടാതിരിക്കുക, കാട്ടിൽ ജീവിക്കുക. പാമ്പിനെ പിടിക്കരുത്. ശാസ്ത്രീയത അതല്ലേ. ഉം. അതിൻ്റെ ഇപ്പോൾ കാണുന്ന എന്താണ്, ഒരു പറമ്പിൽ വലിയ കാടേറി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പാമ്പിനെ പിടിക്കും. ഇപ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടി രാജവെമ്പാലയെ കൊണ്ട് തോട്ടിൻ്റെ കരയിൽ ഇട്ടിട്ട് രാജവെമ്പാലയെ പിടിച്ച് വാർത്തയാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ. അതിൻ്റെ ഫുൾ തെളിവുകൾ എൻ്റെ എവിടുന്ന് പിടിച്ച് വരും. 15 ദിവസങ്ങൾക്ക് മുന്നേ പിടികൂടിയ രാജവെമ്പാലയെ കൊണ്ട് തുറന്നു വിടുന്നു എന്നും പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിൽ വെച്ചിട്ട് കൊണ്ട് തുറന്നു വിട്ടിട്ട് പിടിക്കുന്ന ആൾക്കാർ പബ്ലിസിറ്റിക്ക് വേണ്ടി. ആ ഒരു മേഖലയിലേക്ക് ഇപ്പം മാറി. ഇപ്പോൾ വെറും എന്താ പറയുക, വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ആൾക്കാർ മാറുന്നു എന്നുള്ളതാണ്. അതിലുപരി ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുത് എന്നുള്ളതാണ്. അത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ജീവിക്കട്ടെ. എന്തിനാ അവനെ പിടിക്കും? പിന്നെ എന്ത് ശാസ്ത്രീയതയാണ് ഇതിലുള്ളത്? എനിക്ക് അവിടെ തന്നെ ചോദിക്കണം. വാലി പിടിക്കാൻ പാടില്ല, വാലി പിടിച്ചാൽ വാല് ഊരിപ്പോകുന്നു. അവർ തന്നെയാണ് 150 പേർക്ക് ഈ പാമ്പിനെ പിടിച്ച് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു പാമ്പിനെ വെച്ച് 100-150 വരെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ പാമ്പിനെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? പിടിക്കാണ്ട് പാമ്പിനെ പിടിക്കണമെങ്കിൽ എക്സ്പീരിയൻസിനുള്ള ഒരാളോടൊപ്പം സഞ്ചരിച്ച് അവർ പിടിക്കുന്ന കണ്ട് വേണം ട്രെയിനിങ് കൊടുക്കുക. ഇത് 1 മണിക്കൂർ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് 1 മണിക്കൂർ മതിയോ? പോരാ. ഇത് 1 മണിക്കൂറുണ്ട്. റോഡിൽ പോണവരൊക്കെ വിളിച്ചുകൊണ്ട് തൊട്ട് തലോടി വിടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ എത്ര പേര് ഇപ്പോൾ 10,000 പേർക്ക് പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാൻ പറയുന്നു. എത്ര പേര് പിടിക്കുന്നുണ്ട്? 10, 50, 100 പേര് പിടിക്കും. ഇതിലിപ്പോൾ കേരളത്തിൽ പാമ്പിനെ പിടിക്കുന്നതിൽ 90% പേരും പഴയ ആൾക്കാരാണ്. പണ്ട് ഉണ്ടായിരുന്നു, 20, 15 വർഷം മുന്നേ ഉണ്ടായിരുന്നവർ. അവരിപ്പോഴാണ് പൊതുജനത്തിൻ്റെ മുന്നേക്ക് വരുന്നത്. പുതിയതായി വരുന്നു. ഈ ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ പിടിക്കും. അതിനെ അങ്ങോട്ടിട്ട് തട്ടി ഇങ്ങോട്ടിട്ട് തട്ടിയൊക്കെ പിടിക്കും. ഞാൻ ചോദിക്കട്ടെ, പാമ്പിന് കാഴ്ചയില്ലാത്തൊരു ജീവിക്ക് കറുത്തത് എപ്പോഴും അപകടമാണ്. കറുത്ത് വരുമ്പോൾ അവൻ പേടിച്ചു. ഈ സാധനം ഒരാൾ പാമ്പിനെ പിടിച്ച് വാലി പിടിച്ച് ഒരാൾ സഞ്ചിയും കുണിങ്ങനെയുള്ള പാമ്പ് ചാടി പോകുന്നുണ്ട്. ഒന്നും വേണ്ട. ശാസ്ത്രീയമായിട്ട് പാമ്പിനെ പിടിക്കാൻ വെച്ചാൽ അതിൻ്റെ പോളിസി എന്താണെന്ന് അറിയാമോ? 0 ബൈറ്റ് പോളിസി എന്നാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെനിങ്ങാന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് 11:30-ക്കോ 12:30-ക്കോ ആണ് ലാസ്റ്റ് ബൈറ്റ്. കോട്ടയം ജില്ലയിൽ പാമ്പ് പിടുത്തക്കാരന് കടികിട്ടി ICUവിലാണ്. 100 ചില്ലുവാനം പേർക്ക് കടികിട്ടിയ 4 വർഷം 2024 ശേഷം 100 ചില്ലുവാനം പേർ. എവിടെയെങ്കിലും കണക്കുണ്ടോ? എവിടെയെങ്കിലും ഒരു റിപ്പോർട്ടുണ്ടോ? പാമ്പ് പിടുത്തക്കാർക്ക് കടിയില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രീയത തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ കടി കിട്ടുന്നത് അവർക്കാണ്. എങ്ങനെ കിട്ടുന്നു? കണ്ണൂർ ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഈ 4 വർഷം കൊണ്ട് കിട്ടിയ 10 കടികളാണ്. അതിൽ 7 കടികൾ ഈ സഞ്ചിയിൽ കൂടിയാണ്, ശാസ്ത്രീയമായിട്ട് പിടിക്കുന്ന സഞ്ചിയിൽ കൂടിയാണ് കടിയിട്ട്. ലോകത്തിൽ ആദ്യമായിട്ട് പാമ്പുകൾ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തവരാണെന്ന് അറിയാം. 2006 ഞാനായിരുന്നു. 2006 ലോകത്ത് ഒരിടത്തുമില്ല. നമ്മുടെ ഒന്ന് വനം വകുപ്പിന് 2006 അതിൻ്റെ ഫോട്ടോസ് എല്ലാം എൻ്റെ ഇരിക്കും. ഞാനിപ്പോൾ പല സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. വനം വകുപ്പിന് കൈയുണ്ടെന്ന് ഒരാളിനും കടിയിട്ടിട്ടില്ല. ഇന്നും അവരുണ്ട്. ആർക്കും കടിയിട്ടില്ല. ഇന്ന് വരെ കടിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. അന്ന് എനിക്കൊന്ന് ഇന്നത്തെ IFS ഓഫീസർ പുകഴേന്തി സാർ എന്ന് പറഞ്ഞത് IFS ഓഫീസ്. ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്, ടോപ്പായിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ വെച്ചൊരു ആശയമായിരുന്നു. അങ്ങനെ അവർ തന്ന ഒരു തീരുമാനത്തോടെയാണ് അരിപ്പയിൽ ഫോറസ്റ്റിന്, ഫയർഫോഴ്സിന്, പോലീസിന്, പിന്നെ അതുപോലെ ആർമിക്ക്, പിന്നെ തണ്ടർ ബോൾട്ട് ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. 2006 തുടങ്ങുന്നത്.